ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരു SCRT ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. EV രാമസ്വാമി നായ്ക്കർ ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു. ബ്രാഹ്മണ ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. സ്ത്രീകളുടെ അവകാശങ്ങളെ അദ്ദേഹം വാദിച്ചിരുന്നില്ല. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓരോ പ്രസ്താവനകളായിട്ട് നമുക്ക് പരിശോധിക്കാം. EV രാമസ്വാമി നായ്ക്കർ ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു. ശരിയായ പ്രസ്താവനയാണ്. EV രാമസ്വാമി നായ്ക്കറാണ് ആത്മാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. ബ്രാഹ്മണ ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ അദ്ദേഹം നിലകൊണ്ടു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1, 2 പ്രസ്താവന ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം വാദിച്ചിരുന്നില്ല. ആ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് വാദിച്ചിരുന്നു. പെരിയോർ EV രാമസ്വാമി നായ്ക്കർ ആത്മാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായ സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ട സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും, അതിനാൽ ഈ പറയുന്ന മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും അതിനുവേണ്ടി വാദിക്കുക ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ഈ പറയുന്ന EV രാമസ്വാമി നായ്ക്കർ വാദിച്ചിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്, ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ട ഒരാൾ കൂടിയാണ് EV രാമസ്വാമി നായ്ക്കർ. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്